കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 15 മിനിറ്റ് യാത്രാ ദൂരത്തിൽ മെയിൻ റോഡിന് തൊട്ടരികിലായി 5 മീറ്ററോളം ഇൻറ്റേർണൽ റോഡുള്ള വലിയൊരു വില്ല പ്രൊജക്റ്റിലെ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിലേക്ക് 300 മീറ്ററും പള്ളിക്കര ജംഗ്ഷൻ 1 കിലോമീറ്റർ, കിഴക്കമ്പലം 2 കിലോമീറ്റർ, സമർട്ടേൺ ഹോസ്പിറ്റൽ 3.5 കിലോമീറ്റർ, കാക്കനാട് ഇൻഫോ പാർക്ക് 6 കിലോമീറ്റർ, കോലഞ്ചേരി മെഡിക്കൽ കോളേജ് 9 കിലോമീറ്റർ, പുത്തൻകുരിശ് 9 കിലോമീറ്റർ, എടപ്പള്ളി 14 കിലോമീറ്റർ ആകുന്നു. 5.5 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് സ്റ്റഡി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനത്തിൽ നിർമ്മിച്ച ഈ വില്ല പ്രൊജക്റ്റിൽ 4ഓളം വില്ലകളിൽ ഓൾറെഡി താമസമായി കഴിഞ്ഞു. ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് 3 SUV വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല്ല് പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കൂടാതെ KW വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്. സൈഡിലായിട്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ഈ വീടിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ, കോളേജുകൾ, അമ്പലങ്ങൾ, പള്ളികൾ, ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ്. വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും പില്ലറിൽ ടെക്സ്ചർ വർക്ക് കാണാം. വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. മെയിൻ ഡോർ പണികഴിപ്പിച്ചിരിക്കുന്നത് തേക്ക് വുഡിലാണ്. മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ്. 2 സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. വലിയൊരു കോർണർ സെറ്റാണ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റ് കാണാം. കൂടാതെ നല്ല രീതിയിൽ ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഏകദേശം 8ഓളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. 3 ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനുള്ള ഈ വീടിൻ്റെ സ്വിച്ചസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് GM ബ്രാൻഡാണ്. സ്റ്റെയറിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം. അവിടെ മിററും കബോർഡും കൂടാതെ ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, 2 ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ, വർക്ക് ഏരിയ. ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഏകദേശം 15 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് വിത്ത് ഡ്രസ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഡ്രൈ ബാത്റൂം കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ എല്ലാ ബാത്റൂമുകളും ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ ചെയ്യാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം. ഏകദേശം 15 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് വിത്ത് ഡ്രസ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളിലും ഒരു ബെഡ് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് സെറ ബ്രാൻഡാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കാണാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫും കൂടാതെ ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സൈഡിലായിട്ടൊരു കൗണ്ടർ ടോപ്പ് കാണാം. കിച്ചണിൽ മൾട്ടിവുഡ് തീർത്ത കബോർഡ്സ് കാണാം. കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. കിച്ചണിൻ്റെ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കാണാം. അവിടെയും സിങ്കും ഗ്രാനൈറ്റ് ടോപ്പൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കൊമേർഷ്യൽ പ്ലോട്ടുകൾ, വില്ല പ്ലോട്ടുകൾ, വില്ലകൾ, ഇൻഡിപെൻഡൻ്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക.
ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം. സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ടഫ് ആൻഡ് ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിലിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്ക് കാണാം. കൂടാതെ അവിടെ പർഗോള നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ്. ഹാളിൽ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലേക്ക് ഒതുങ്ങി ചെറിയൊരു സ്റ്റഡി ടേബിൾ കാണാം. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ, 2 ബെഡ്റൂം അറ്റാച്ച്ഡ്, സ്റ്റഡി റൂം ഓർ ഓഫീസ് റൂം, ബാൽക്കണി, യൂട്ടിലിറ്റി ഏരിയ. ഇതാണ് ഈ വീടിൻ്റെ 3rd ബെഡ്റൂം വരുന്നത്. ഏകദേശം 15 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് വിത്ത് ഡ്രസ് ഏരിയയാണ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ 4th ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 15 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് വിത്ത് ഡ്രസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഓഫീസ് റൂം സ്പേസിലേക്കാണ്. ഏകദേശം 14 അടി നീളവും 12 അടി വീതിയുമാണ് സ്റ്റഡി റൂം സൈസ് വരുന്നത്. കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാകുന്നു. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 1,10,00,000 രൂപയാണ്. 1.1 CR. വില നെഗോഷ്യബിൾ ആണ്. വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.